ബീഹാറിൽ ഒരു 3.5 ലക്ഷത്തോളം വോട്ട് കള്ള വോട്ടാണ് എന്നുള്ള നിലയിൽ ഒരാക്ഷേപം വന്നു. അതൊരു 9 ലക്ഷം ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി സംഘവും പറയുന്നു. എന്തായാലും 3.5 ലക്ഷം പേർക്ക് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വലിയ തോതിലാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ക്രൗഡ് പുള്ളറായി മാസ് പുള്ളറായിട്ട് പോകുന്നത്. ധാരാളം ആളുകളാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സമ്മേളനം കേൾക്കാൻ വരുന്നത്. വലിയ മാസിനെ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ പരിപാടി നടന്നു, അതിൻ്റെ സമാപന സമ്മേളനം നടന്നു. അവിടെ വെച്ച് ആറ്റം ബോംബ് ആദ്യം പൊട്ടിച്ചത് ആറ്റം ബോംബാണ്. ഈ 3.5 ലക്ഷത്തിൻ്റെയൊക്കെ കഥയാണ്. വോട്ടധികാരി യാത്ര എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞുള്ള 3.5 ലക്ഷത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. അവിടെ വെച്ച് സമാപന സമ്മേളനത്തിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നൊരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ് ഇനി രാജ്യത്ത്. അത് വേറൊന്നുമല്ല, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ കള്ളക്കണക്കുകൾ അല്ലെങ്കിൽ അവരുടെ കൃത്രിമങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ്. കൂടുതൽ ശക്തമായി രാജ്യത്താകെ അതിനുള്ള ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ്. ഹൈഡ്രജൻ ബോംബാണ് വരാനിരിക്കുന്നതെന്ന് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞു. പക്ഷേ ആ വേദിയിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി. നരേന്ദ്രമോദിയുടെ മാതാവിനെ, അമ്മയെ അധിക്ഷേപിക്കുന്ന ഒരു പ്രാദേശിക ഒരു നേതാവിൻ്റെ പ്രസംഗവും ഉണ്ടായി. അത് വലിയ വൈറലായി വിവാദമായി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതെല്ലാം നടക്കുമ്പോഴും ബീഹാറിൽ ഇപ്പോഴും നിതീഷ് കുമാർ BJP NDK സഖ്യത്തിനാണ് മുൻതൂക്കമുള്ളത്. ഇന്ത്യ സഖ്യത്തിന് വളരെ പിന്നിലാണവർ. 3-2 ഭൂരിപക്ഷം കിട്ടി നിതീഷ് കുമാറും NDA സഖ്യവും BJPയും മുന്നിൽ വന്നാലും അത്ഭുതമില്ല. ഇപ്പോഴത്തെ പല ചാനൽ വോട്ടിംഗ് പ്രവചനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ചാനലുകൾ നടത്തുന്ന സർവേകളെക്കുറിച്ചും ഒപ്പീനിയൻ പോളുമൊക്കെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പുറത്തു വരുന്നതനുസരിച്ച് കേൾക്കുന്നത് BJP അവിടെ വലിയ മേൽക്കൈ ഉണ്ടാക്കും, നിതീഷ് കുമാറും മേൽക്കൈ ഉണ്ടാക്കും. നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി. ചിലപ്പോൾ BJPയുടെ കാൻഡിഡേറ്റ് മുഖ്യമന്ത്രി ആയാൽ വന്നാലും അത്ഭുതമില്ല. പക്ഷേ ചില സഖ്യ പരിപാടികളൊക്കെ വന്നതുകൊണ്ട് ചിലപ്പോൾ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. എന്തായാലും കോൺഗ്രസിൻ്റെ കാര്യവും ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യവും അത്ര ശുഭകരമല്ല. വേണ്ടത്ര ഫീൽഡിൽ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലോ മണ്ഡലങ്ങളിലോ ആൾക്കൂട്ടമുണ്ടായി എന്ന് വിചാരിച്ച് സംസ്ഥാനം ഒന്നാകെ പരിഗണിക്കുമ്പോൾ, ബീഹാർ ഒന്നാകെ പരിഗണിക്കുമ്പോൾ വേണ്ടത്ര വോട്ടിംഗ് നിലയിലേക്ക് ഉയരാൻ, ഒരു ഭരണമാറ്റത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ല. ഈ വോട്ട് ചാരി പ്രശ്നം പറയുമ്പോൾ അല്ലെങ്കിൽ വോട്ടധികാരി പ്രശ്നം പറയുമ്പോൾ അത് മോഡിക്കെതിരെയുള്ള പ്രശ്നമായി തിരിക്കാൻ പലപ്പോഴും അവർക്ക് കഴിയുന്നില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് അതിനകത്ത് മറുപടി പോലും പറയുന്നില്ലല്ലോ. എല്ലാ മറുപടിയും പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ആൻറ്റി ഇൻകംബൻസ് ആയിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു ഭരണവിരുദ്ധ വികാരമായി ജനങ്ങളിൽ പറയാൻ പറ്റില്ല. നിതീഷ് കുമാറിൻ്റെ ഭരണത്തിനെക്കുറിച്ചും വലിയ എതിരഭിപ്രായമില്ല. അപ്പോൾ മോഡിയുടെ ഭരണത്തെക്കുറിച്ചും നിതീഷ് കുമാറിൻ്റെ ഭരണത്തെക്കുറിച്ചും വലിയ എതിരഭിപ്രായമില്ലാത്ത സാഹചര്യത്തിൽ, ആൻറ്റി ഇൻകംബൻസ് വിഷയങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായും വീണ്ടും BJP NDA സഖ്യം തന്നെ വരും എന്നാണ് അറിയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ബീഹാറിൻ്റെ രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ എന്ത് സംഭവിച്ചാലും അത് ഇന്ത്യ മൊത്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഉത്തർപ്രദേശ് ആണെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വലിയ സംസ്ഥാനമാണ്, ഒരുപാട് MPമാരുണ്ട്. ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയമാണ്. പക്ഷേ ബീഹാർ അത്ര വലിയ സംസ്ഥാനമല്ല. എങ്കിൽ പോലും ബീഹാറിൻ്റെ ഈ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ ചോദ്യമാണ്. എന്തായാലും ബീഹാറിൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഒരു അപ്പർ ഹാൻഡ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യവും അത്ര ശുഭകരമല്ല.